പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പകൽക്കാലം ദൈവദാസനോടും ദൈവമക്കളോടും ഒക്കെ ഒരുമിച്ചായിരിക്കാൻ ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നല്ല സങ്കീർത്തനത്തിലൂടെ നല്ലൊരു പ്രബോധനവും അതിനുശേഷം നല്ല ജീവിപ്പിക്കുന്ന സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാരംഭത്തിൽ കുഞ്ഞോൻ ബ്രദർ പറഞ്ഞൊരു സാക്ഷ്യം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാനൊക്കെ ഇടയായി തീർന്നു. കാരണം ജോലി തിരക്കിനിടയിൽ ആനിവേഴ്സറി മറന്നുപോയെന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനും ജെയ്സ് ബ്രദർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സാലി സിസ്റ്ററിന് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ആനിവേഴ്സറി, പക്ഷേ കുഞ്ഞോൻ ബ്രദർ ദിവസവും ആ കെട്ടിയ നാൾ മുതൽ എന്നും ആനിവേഴ്സറി ദിവസം എന്നിങ്ങനെ പറയാൻ ഞങ്ങളിങ്ങനെ പറയാൻ ഇങ്ങനെ ഇടയായി തീർന്നു. ദൈവം സഹായിക്കട്ടെ. നല്ലൊരു കുടുംബജീവിതം ദൈവം അവർക്ക് ദാനമായി കൊടുത്തു. 18 വർഷക്കാലം. ഈ വർഷത്തിൻ്റെ കണക്കൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഇയറിൻ്റെ ഹാപ്പി ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കുന്നത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രചോദനമാണ്. കാരണം ഓരോ ദിവസവും ഈ പ്രതികൂലത്തിൻ്റെ മധ്യയിലൊക്കെയും ഈ കുടുംബങ്ങളെ ദൈവം സഹായിച്ചും ദൈവം നിർത്തുന്ന ഓർക്കുമ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് അതിൻ്റെ 1-ാമത്തെയും അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ച് ഒന്ന് സഹായിക്കണമേ. സ്തോത്രം. 2-1. അവൻ എൻ്റെ 12-ാമത്തെ വാക്യം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് വളരെ പരിചിതവും ഇത്രയും മെസ്സേജുകളും കേട്ടും നമ്മൾ ബലപ്പെട്ട ഒരു വാക്യത്തിൽ നിന്നുമാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് ചിന്ത കൈമാറുവാൻ ദൈവം ഫലമേൽപ്പിച്ച 1-2 ചിന്തകൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് ദൈവസന്നിധി താണിരുന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന് 2-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത് നമുക്കതിൻ്റെ തലക്കെട്ടുകളൊക്കെയും പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി ഹല്ലേലൂയ ഭവനത്തിൽ കാണുവാനിടയെത്തുന്നു. കബർനഹൂമിൽ കർത്താവ് ഉണ്ടെന്ന വാർത്ത കേട്ടിട്ട് ഒരു പക്ഷവാതക്കാരനെ 4 പേർ ചുമന്ന് പക്ഷവാതക്കാരനെ കൊണ്ടുവരികയും ഹല്ലേലൂയ അവിടെ ദൈവം ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തി നമുക്കവിടെ കാണുവാൻ സാധിച്ച കൊച്ചു പ്രായം മുതൽ സൺഡേ സ്കൂൾ കാലഘട്ടം മുതലേ നമുക്കിതിൻ്റെ പശ്ചാത്തലമൊക്കെയും അറിയാം. ഹല്ലേലൂയ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം അല്ലെങ്കിൽ യേശു ഉണ്ടെന്നുള്ള ശ്രുതി കേട്ടിട്ട് ഹല്ലേലൂയ സ്തോത്രം 4 ആളുകൾ സ്തോത്രം ഹല്ലേലൂയ ഒരു പക്ഷവാതക്കാരനെ ഹല്ലേലൂയ ദൈവം ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അതിൻ്റെ പ്രാരംഭത്തിൽ 4 ആൾ ചുമന്നുകൊണ്ട് ആ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവർ ആഗ്രഹം ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവം ഇരിക്കുന്നിടത്ത് കർത്താവ് ഇരിക്കുന്നിടത്ത് ഈ പക്ഷവാതക്കാരനെ കൊണ്ടെത്തിച്ചാൽ വിടുതൽ സംഭവിക്കുമെന്ന് ആ 4 പേർക്ക് വ്യക്തമായി അറിയാം. ഒന്ന്, അവർക്ക് ആ 4 പേരിൽ ഒരു സാക്ഷ്യമുള്ളവരായിരിക്കാം. അതുകൊണ്ടായിരിക്കാം എന്തു വിധേനയും ഹല്ലേലൂയ ഈ പക്ഷവാതക്കാരനെ ഈ രോഗിയെ കർത്താവ് ഇരിക്കുന്നിടത്ത് കൊണ്ടെത്തിച്ചാൽ ആ ജോലി മാത്രം ചെയ്താൽ മതി, ബാക്കി കർത്താവ് ചെയ്തുള്ളും എന്നൊരു ബോധ്യം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഹല്ലേലൂയ അവർ ആ ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ഉണ്ട് എന്ന ശ്രുതി കേട്ടപ്പോൾ തന്നെ ഹല്ലേലൂയ ദേശത്തുനിന്ന് അനേകർ ആ ഭവനത്തിലേക്ക് വന്നു. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാമത്തെ തടസ്സം വലിയ പുരുഷാരം അവിടെ കാണാനിടയായിരുന്നു. 2-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ വാതിക്കൽ പോലും ഹല്ലേലൂയ വ്യക്തമായി പറയുന്നുണ്ട്, വാതിക്കൽ പോലും നിൽക്കുവാൻ പറ്റാത്ത വണ്ണം ജനപ്പെരുപ്പം. ഹല്ലേലൂയ സ്തോത്രം. കേവലം ഒരു പുരുഷാരം മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വാതിക്കൽ ചിലപ്പോൾ ഒരു സ്പേസ് ഇടും.
ഹാലില്ല. വല്ല പുരുഷാരമുണ്ടെങ്കിൽ പോലും വാതിക്കൽ ഒരു സ്പേസ് ഇടും. ഹാലില്ല. ഒന്ന് നിൽക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോകുവാൻ ഒന്ന് സ്പേസ് ഇട്ടിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അവിടെ പോലും ജനങ്ങൾ കൊണ്ട് കുത്തി നിറയ്ക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അതൊരു തടസ്സമായി നിൽക്കുകയാണ്. എന്താണ്? ഒരു പക്ഷവാതക്കാരനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ഒന്നാമത്തെ തടസ്സം പുരുഷാരമാണ്. രണ്ടാമത്തെ തടസ്സം വാതിക്കൽ പോലും നിൽക്കാൻ കഴിയാതെ വണ്ണം, അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ വണ്ണം, ഒരു ദൈവിക പ്രവൃത്തിക്ക് തടസ്സമാവാൻ വണ്ണം അവിടെ തടസ്സങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കവിടെ പറയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒരാളോട് ഒന്ന് മാറി നിൽക്കണമേ, എനിക്ക് എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം, അല്ല ഈ രോഗിക്ക് വിടുതൽ ആവശ്യമാണെന്ന് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം അവിടെ വന്നവർക്ക് മൊത്തവും ദൈവത്തെ കാണണം. ഹല്ലേലൂയ. നമ്മളൊരു ആശുപത്രിയിൽ പോവുകയാണ്. നിങ്ങൾക്ക് ലളിതമായി പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോവുകയാണ്. എമർജൻസി ആയിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്നാൽ നമ്മൾ പറയും നമുക്ക് ക്യൂ നിൽക്കാൻ പാടാണ്, ഒന്ന് മുന്നോട്ട് നിൽക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങളും അതേ ആവശ്യത്തോട് ഡോക്ടറെ കാണാൻ വന്നവരാണ്, ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ തന്നെ ആവശ്യമാണ്. ഇതുപോലെയാണ് പക്ഷവാതക്കാരനെ കൊണ്ട് യേശുവിനെ ഒന്ന് കാണുവാൻ ഒന്ന് നിങ്ങൾ സൈഡ് തരണമെന്ന് പറയുമ്പോൾ അവരും പറയും അതിനേക്കാളും പ്രയാസത്തോടെ കടന്നു വന്നവരാണ്, നിങ്ങളൊന്ന് പുറകിൽ നിൽക്കണമെന്ന് അവർ പറയും. ഹല്ലേലൂയ, സ്തോത്രം. ഈ അധ്യായത്തിൽ ഈ 2-ാം വാക്യം തൊട്ട് 12-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ നമുക്കതിന് തലക്കെട്ട് ഇങ്ങനെ പറയാൻ സാധിക്കും: പ്രതീക്ഷയ്ക്കപ്പുറമായി ദൈവത്തിൻ്റെ കരം. പ്രതീക്ഷയോടെ വന്ന യൗവനക്കാരിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, ഞങ്ങൾക്ക് ദൈവത്തെ കാണണം. ഹല്ലേലൂയ, ഞങ്ങളുടെ ആവശ്യവുമായി വന്നു. ഈ പക്ഷപാതക്കാരൻ്റെ ഈ ആവശ്യം എൻ്റെ ആവശ്യമാണെന്നുള്ള ആഗ്രഹത്തോടെ അവർ കടന്നു വന്നു. ഏത് വിധേനയും ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഈ രോഗിയെ കൊണ്ടെത്തിച്ചാൽ ബാക്കി യേശു ചെയ്യുമെന്നുള്ള ആ ബോധ്യമുള്ളത് കൊണ്ട് അവർ വേറെ ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മേൽക്കൂര പൊളിച്ച് ആ പക്ഷവാതക്കാരനെ കട്ടിലോടെ ഇറക്കി. ഹല്ലേലൂയ, ദൈവമക്കളെ, അവരുടെ ആഗ്രഹങ്ങളെ ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ, നമ്മളിത് ലഘുവായിട്ട് പറഞ്ഞു. ഹല്ലേലൂയ, കട്ടിലിറക്കി താഴെ കൊണ്ടുവച്ചു എന്ന്. നമ്മളെല്ലാം ഷിഫ്റ്റ് ചെയ്തവരാണ്. നമുക്കറിയാം ഒരു കസേര ചുമന്ന് മേളിൽ കൊണ്ട് വച്ചിട്ട് താഴോട്ടൊന്ന് ഇറക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. അതുപോലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചേ, കട്ടിൽ കിടക്കുന്ന ഒന്ന് തിരിയാനോ ഒന്ന് മറിയാനോ കഴിയാത്ത ആ പക്ഷവാതക്കാരനെ ചുമ്മി ആ മേൽക്കൂരയുടെ മേളിൽ കൊണ്ടെത്തിച്ചു. ഹല്ലേലൂയ, അതിനുശേഷം ആ മേൽക്കൂര പൊളിച്ച് ഹല്ലേലൂയ താഴോട്ട് ഇറക്കി. ആ ഒരു പ്രയത്നം നിങ്ങളൊന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. ചുമ്മാതെ കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ എത്തിയല്ല. അതുകൊണ്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ വിശ്വാസം കണ്ടിട്ട്. ആമേൻ, ഹല്ലേലൂയ, അവരുടെ പ്രയത്നം കണ്ടിട്ടാണ് ഹല്ലേലൂയ ദൈവം അവർക്ക് വിടുതൽ കൊടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ചുമ്മാതെ വന്ന് സാഹചര്യം ഒത്തു എന്നാൽ ദൈവത്തെ കണ്ടു ഒന്ന് കാര്യം ബോധിപ്പിക്കുകയല്ല. ഹല്ലേലൂയ, അവരുടെ പ്രയത്നം, അവരുടെ ശരീരത്തെ പ്രയത്നം, അവരുടെ ആത്മീയ പ്രയത്നം കണ്ട് ദൈവം മനസ്സലിഞ്ഞു. ഹല്ലേലൂയ, ഇത് വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ, ലാഘവത്തോടെ കർത്താവ് സന്നിധിയിൽ ചെല്ലുവാൻ കഴിയത്തില്ല. ദൈവത്തിന് മനസ്സലിയണമെങ്കിൽ നീ യൗവനക്കാരെ പോലെ നീ ദൈവത്തിന് വേണ്ടി വില കൊടുക്കണം. ഹല്ലേലൂയ, എൻ്റെ ഭാരം മാത്രമല്ല എൻ്റെ സഹോദരൻ്റെ വിഷയം. പലപ്പോഴും നമ്മളോട് പല പ്രാർത്ഥനാ വിഷയം പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഒറ്റ കാര്യമേ ഉള്ളൂ. നീ യൗവനക്കാരെ പോലെ ചില മേൽക്കൂരകൾ പൊളിച്ച് കർത്താവിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഒന്ന് ഇറക്കിക്കേ, അത്ഭുതം കാണും. നമ്മുടെ വിശ്വാസം കണ്ടിട്ട് അനേകം അത്ഭുതം കാണുവാനിടയായി തീരും. ആ പക്ഷവാതക്കാരനെ നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. അവർക്ക് വിശ്വാസമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഏറെ നാളുകളാൽ ബെഡ് റിഡൻ ആയിട്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഒറ്റ പ്രതീക്ഷയുള്ളൂ, വീട്ടുകാരോട് പറഞ്ഞു കാണും ഹല്ലേലൂയ ഒരു നിമിഷം ഒരു മണിക്കൂർ ഞങ്ങളുടെ കരങ്ങളിൽ തന്നേ, യേശു അവിടെ ഉണ്ട്. ഹല്ലേലൂയ, അവന് സൗഖ്യമാക്കുവാൻ കഴിയും, ഒന്ന് വിട്ടുതരാമോ, ഞങ്ങൾ കൊണ്ട് സൗഖ്യമാക്കി കൊണ്ടുവരാമെന്നുള്ള ആ പ്രതീക്ഷ അവരുടെ വീട്ടുകാർക്ക് കൊടുത്തത് കൊണ്ടായിരിക്കാം. ആ പക്ഷ
പക്ഷപാതക്കാരന്റെ വിശ്വാസം കർത്താവ് നോക്കിയില്ല. ഞാൻ ചിന്തിക്കുന്നു, പക്ഷപാതക്കാരന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല, ഇനി എഴുന്നേൽക്കത്തില്ല, വീട്ടുകാർക്ക് ശല്യമായി ഞാൻ ഇരിക്കുമെന്നുള്ള ആ ബോധ്യം ഭരിച്ചിരിക്കുന്ന ആ പക്ഷപാതക്കാരന്റെ മധ്യേ ഹല്ലേലൂയ, ആ യൗവനക്കാരന്റെ ഹല്ലേലൂയ അവരുടെ വിശ്വാസത്തിൽ ദൈവം പ്രവർത്തിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇത് വായിച്ചപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിനെ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം, എന്തുകൊണ്ട് അവരെ പുറത്തു കൊണ്ടുവച്ചില്ല? ആമേൻ സ്തോത്രം. എന്തുകൊണ്ട് ആ പക്ഷപാതക്കാരനെ ദൈവം സമയമാവുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സൗഖ്യമാക്കിക്കൊള്ളും. കാരണം ആ വീടിൻ്റെ വെളിയിൽ ഇറങ്ങണമല്ലോ, അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞ് വീടിൻ്റെ വെളിയിൽ ഇറങ്ങണമല്ലോ. അങ്ങനെ ഇറങ്ങുമ്പോൾ എന്നാൽ സാവകാശമുണ്ടല്ലോ. എന്തുകൊണ്ട് കർത്താവ് അതിനു വേണ്ടി അവർ മുതിർന്നില്ല എന്ന് എന്നെ പലപ്പോഴും ചിന്തിക്കേണ്ടിയായി തീർന്നു. എന്നാൽ സ്തോത്രം അവർ ആഗ്രഹത്തെ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ അവർക്കറിയാം, അങ്ങനെ പുറത്തിരിക്കുന്ന അനേകരുണ്ടായിരുന്നു. അങ്ങനെ 38 വർഷം അങ്ങനെ കുളക്കടവിൽ കിടക്കുന്ന ഒരാളെ കുറിച്ച് വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം ആലയത്തിന് പുറത്ത് നിർത്തുവാനല്ല, ഹല്ലേലൂയ ആലയത്തിനകത്ത് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മധ്യേ നിർത്തുവാനാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. കർത്താവിന്റെ സൗകര്യം അനുസരിച്ച് കർത്താവ് ഫ്രീ ആകുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുവാനല്ല. ഹല്ലേലൂയ, നമ്മൾ ആ 4 ചെറുപ്പക്കാരെ പോലെ കർത്താവിരിക്കുന്ന ഇരിപ്പിടത്ത് ഏതുദ്ദേശവുമായി ഏത് പ്രാർത്ഥന വിഷയമായി നമ്മൾ കടന്നു ചെല്ലണമെന്നാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ പുറത്തിരിപ്പുണ്ട്, അനേകർ പ്രാർത്ഥന വിഷയമായി ദേവാലയത്തിന്റെ പുറത്തിരിക്കുന്ന കാഴ്ചകൾ തിരുവചനത്തിലും നമ്മൾ റോഡിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, അവരൊക്കെയും പുറത്തിരിക്കുമ്പോൾ യൗവനക്കാരെ പോലെ നമ്മുടെ പേഴ്സണൽ വിഷയമാണോ? ഹല്ലേലൂയ, സമയം കർത്താവിന് വിഷയമല്ല, സാഹചര്യം വിഷയമല്ല. പ്രയത്നിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ, എഫേർട്ട് എടുക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ആ എഫേർട്ടിന്മേൽ ദൈവത്തിന്റെ കരമിറങ്ങും. ആമേൻ, ഹല്ലേലൂയ. യൗവനക്കാർ താഴെ ഇറക്കി വിശ്വാസം കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ആ വിശ്വാസം കണ്ടിട്ട് ഹല്ലേലൂയ പ്രാരംഭത്തിൽ ഹല്ലേലൂയ ദൈവം പറഞ്ഞു, നിന്റെ പാപം മോചിച്ചു വന്നിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. വേറെ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഈ കാലഘട്ടം നമ്മുടെ ദൈവദാസന്മാരുടെ അടുത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം വിടുതൽ നൽകി എന്ന് പറയുമ്പോൾ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച കർത്താവ് ഹല്ലേലൂയ പറയുന്ന ആദ്യത്തെ വാക്യം, നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു. നിന്റെ പാപം മോചിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അടുത്ത വിടുതലിലേക്ക് നീ കടന്നു പോകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്തൃമേശയ്ക്ക് മുമ്പേ ദൈവദാസൻ പറയുന്നത്, വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ വിശുദ്ധ മേശയിലേക്ക് കരം നീട്ടുന്ന മുമ്പേ തന്നെ സമർപ്പിക്കുന്നത് പറയുന്നത്. കാരണം ഒരു വിടുതൽ നിന്റെ കരങ്ങളിൽ ലഭിക്കാൻ പോകുകയാണ്, ഒരു വാഗ്ദത്തം നിന്റെ കരങ്ങളിൽ ലഭിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ശുദ്ധിയില്ലാത്ത കരങ്ങളിലേക്ക്, ശുദ്ധിയില്ലാത്ത ദേഹത്തേക്ക് ഹല്ലേലൂയ ചെന്നെത്തത്തില്ലെന്ന് കർത്താവിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ പാപങ്ങളെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഈ പക്ഷപാതക്കാരൻ എന്ത് പാപം ചെയ്തിട്ടാ? ആമേൻ, ഹല്ലേലൂയ. ഈ ബെഡ്രിഡനായിട്ടുള്ള മനുഷ്യൻ എന്ത് പാപം ചെയ്തിട്ടാണ് കർത്താവ് ഹല്ലേലൂയ യേശു അവനോട് നിന്റെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്? ഹല്ലേലൂയ, കർത്താവ് ഒന്നും അറിയാത്തത് കൊണ്ടല്ല. അതിന് താഴെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്, അവിടെ കേവലം ജനങ്ങൾ മാത്രമല്ല, ഹല്ലേലൂയ നമ്മളവിടെ വായിക്കാമോ, ശാസ്ത്രിമാരും വേറെ ആരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അവര് ചില ശാസ്ത്രിമാരും ആമേ സ്തോത്രം. നമ്മൾ അതിൻ്റെ സ്തോത്രം 5-ാമത്തെ ലൂക്കോസ് 5-ന്റെ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ചില പരീക്ഷന്മാരും ശാസ്ത്രിമാരും അവിടെ ഇരുന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഒരു ലൂപ്പ് ഹോൾ കാണണം, കർത്താവിന് വിരോധമായി ഹല്ലേലൂയ സ്തോത്രം അവർ സംസാരിക്കണം. അതിനുവേണ്ടി അവിടെ ചില ശാസ്ത്രിമാർ, നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ആധികാരികമായി നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയുന്നത് ദൈവവചനം ആധികാരികമായി പഠിക്കുകയും ദൈവ മക്കൾക്ക് വ്യാഖ്യാനം
അധ്വാനിക്കുകയും ചെയ്യുന്ന ഹാലേലൂയ ഒരു കൂട്ടം ജനം. രണ്ടാമത് പരീശന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഹാലേലൂയ നമ്മളൊക്കെയും സ്തോത്രം ഇത്രത്തോളം വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവരുമായിട്ടൊന്ന് തുലനം ചെയ്യുമ്പോൾ വിശ്വാസ ന്യായപ്രമാണം അരച്ച് കലച്ച് കുടിച്ച് അതിനുവേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ സ്തോത്രം ദൈവം അവർക്ക് വിടുതൽ കൊടുക്കും മുന്നേ ചിലരുടെ ചിന്തകളെ ദൈവം ഉടയ്ക്കും. നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പരീശന്മാർ, ശാസ്ത്രിമാർ ഹാലേലൂയ ദൈവം അവരുടെ പാപം മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ഉള്ളിൽ ചിന്തിച്ചത് കർത്താവ് വെളിച്ചത്ത് കൊണ്ടുവന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവരും ഈ പക്ഷവാതക്കാരൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചും ഹല്ലേലൂയ അവരും പ്രാർത്ഥിച്ചുള്ളവരായിരിക്കാം, അവരും ദേവാലയത്തിന് പുറത്ത് വെച്ച് കണ്ടിട്ടുള്ളവരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ ദൈവമക്കളെ വചനം അറിയുന്നവരാണ് നിങ്ങൾ. ആ ആത്മീയ തലത്തിലേക്ക് വരണം. ഹല്ലേലൂയ ഒരു ദൈവിക വിടുതൽ കണ്ടപ്പോൾ ഹല്ലേലൂയ ജാതികളല്ല വിരോധമായി ചിന്തിച്ചത്, ദൈവത്തിൻ്റെ വചനം അറിയുന്ന, ദൈവത്തിന് വേണ്ടി ത്തിൽ പോകുന്നവർ ഹല്ലേലൂയ വിരോധമായി ചിന്തിച്ചപ്പോൾ കർത്താവ് അവിടെ ബ്രേക്ക് ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. അവരുടെ ഉള്ളിലെ അവരുടെ ചിന്താഗതികളെ ദൈവം അവിടെ ബ്രേക്ക് ചെയ്തു. കാരണം അവരെ കാണിക്കണം. ഹല്ലേലൂയ, സ്തോത്രം, ഇതാരാണ് വിടുതൽ കൊടുത്തത്, ഞാനാണ് യഥാർത്ഥ മെശിഹ എന്ന് അവരെ ഒന്ന് വരച്ചു കാണിക്കണം. ഹല്ലേലൂയ. ഈ നാളിൽ ദൈവം മക്കളെ നമ്മുടെ ചിന്തകളെ ഈ 3 കൂട്ടരിൽ നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ അപക്ഷപാതകാരനെ പോലെ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതൽ നൽകിയാൽ ഞാൻ ആ കിടക്കയെടുത്ത് പൊയ്ക്കൊള്ളാം എന്ന മനോഭാവത്തിലാണോ? അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ ആ 4 ചെറുപ്പക്കാരുടെ ആ മനോഭാവത്തിലാണോ? അതോ നമ്മൾ പരീശന്മാരുടെ മനോഭാവത്തിലാണോ? ഈ ദിവസം പറഞ്ഞ പോലെ വർഷങ്ങളുടെ തഴക്കവും പഴക്കവും വരുമ്പോൾ നമ്മളൊരു വചനം എടുക്കുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ മുന്നിലിരിക്കുന്നവർക്കൊക്കെ വചന പാണ്ഡിത്യമുള്ളവരാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം അതുകൊണ്ടാണ് യേശു വ്യക്തമായി പറഞ്ഞത് കപടഭക്തിക്കാരെ. ആരെങ്കിലും പരീശന്മാരെ കുറിച്ച് പറഞ്ഞേ, അവർ പുറമേ അവർ കറക്റ്റാണ്, ദൈവാലയത്തിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ അവർ ഉള്ളിൽ ചിന്തിച്ച കാര്യം വ്യക്തമായി കർത്താവ് തിരിച്ചറിഞ്ഞിട്ടാണ് അവരെ നോക്കി പറഞ്ഞത് കപടഭക്തിക്കാരെ. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മുടെ ഹല്ലേലൂയ ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കാരണം ഹല്ലേലൂയ നമ്മുടെ ചിന്തകളെ തിരിച്ചറിയുന്ന കർത്താവ്. ഹല്ലേലൂയ നമ്മൾ ഏത് മനോഭാവത്തോടാണോ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ദൈവത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ടാണ് ദൈവം അവിടെ ബ്രേക്ക് ചെയ്തത്. അതിന് ശേഷമാണ് ദൈവം പറഞ്ഞത് എഴുത്തുവിൻ്റെ കിടക്കെടുത്ത് നടക്കാം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആദ്യം നിങ്ങളുടെ ചിന്തകൾ, അതാണ് ദൈവം അവിടെ ബ്രേക്ക് ചെയ്തു. ഹല്ലേലൂയ. നമുക്ക് ആലയത്തിൽ വന്ന് ചാടി തുള്ളിയൊക്കെ ചെയ്യാം. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകളെ ഹല്ലേലൂയ അത് വ്യക്തമായി ഹല്ലേലൂയ, സ്തോത്രം. കുറച്ച് ലഘുവായിട്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുമല്ലോ. ആമേൻ, ഹല്ലേലൂയ. പെട്ടെന്ന് അയ്യോ കർത്താവേ, ചിലപ്പോൾ നമ്മുടെ കുഞ്ഞെടുത്ത് എന്തെങ്കിലും പറയുന്നതായിരിക്കും, ഗ്രൂപ്പിൽ ആവശ്യമില്ലാത്ത നമ്മൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യും. ഇതുപോലെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും, നമ്മൾ പറയുന്ന ഓരോ ചിന്തകളും കർത്താവിൻ്റെ ഹല്ലേലൂയ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അഡ്മിനായ കർത്താവ് അത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം നമ്മൾ നിന്ദിതപാത്രരാകരുത്, നമ്മൾ നിന്ന് പരിഹസിക്കപ്പെടരുത്. എന്നാൽ കർത്താവിൻ്റെ സ്റ്റോറേജിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തകളെ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ഭരിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു നാൾ ഹല്ലേലൂയ പലപ്പോഴും മരണ ശുശ്രൂഷയിലൊക്കെയും നമ്മൾ പറയും ആ പൊൻപുലരിയിൽ കാണും എന്നൊക്കെയും നമ്മുടെ പ്രത്യാശയാണ് പറയുന്നത്. എന്നാൽ നമ്മളെക്കുറിച്ച്, നമ്മുടെ വാഗ്ദത്തത്തെക്കുറിച്ച് എല്ലാം വ്യക്തമായ പ്ലാനോടെ എഴുതി സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ ന്യായവിസ്താര കോടതിയിൽ നമ്മൾ പറഞ്ഞതും നമ്മൾ ചിന്തിച്ചതുമായ കാര്യം ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കുഞ്ഞോമ്പത് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ സംഭവ ലക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരച്ച് കാണിക്കുകയാണ്. ഇനി നമുക്ക് സമയമില്ല. ആമേൻ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തെ അപകടങ്ങളൊക്കെ നമുക്കറിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസനോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതൊക്കെ അവർ മരിച്ചുപോയി, അവർക്ക് വിഷമമുണ്ട്, കുടുംബത്തോട് വിഷമമുണ്ട്. എന്നാൽ ദൈവമക്കളെ ഇത് നമ്മളെ വരച്ചു കാണിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വരവ് അടുത്തിരിക്കുമ്പോൾ അവർക്കിനിയും മാനസാന്തരപ്പെടുവാൻ സമയമില്ല.
അവർ വചനം കേട്ടവരായിരിക്കാം, അവർ വിശ്വാസം നിൽക്കുന്നവരായിരിക്കാം. ഹല്ലേലൂയ. ഇനിയും ദൈവം അവരുമായി കണക്ക് ബോധിപ്പിക്കും. ദൈവം നമുക്ക് ഇന്നൊരു പ്രഭാതം തന്നിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ആ രക്ഷപ്പെട്ട ആ വ്യക്തി പറഞ്ഞത് ഒരു സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചത്. തിരുവചനം പറയുന്നുണ്ട്, നൊടി നേരത്തേക്ക് നമ്മുടെ മണവാളൻ വരും. നമ്മൾ കണ്ണിമയ്ക്കുന്ന സമയത്തിനുള്ളിൽ വാനമേഘത്തിൽ നമ്മൾ എടുക്കപ്പെടും. ഒരു അപകടം സംഭവിച്ചപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ മണവാളൻ വരുമ്പോൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മളെക്കൊണ്ട് ഹതഭാഗ്യർ വേറെ ഇല്ല. ആമേൻ, സ്തോത്രം. ഇത് നമ്മളെ കാണിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. കർത്താവേ, ആ യൗവനക്കാരെ പോലെ ഒരു മനസ്സൊരുക്കം. ഹല്ലേലൂയ. അത് നമ്മുടെ പേഴ്സണൽ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, അത് നമ്മളോട് പ്രാർത്ഥനാ വിഷയം കൈമാറുന്നവരാണെങ്കിലും, ഹല്ലേലൂയ, യൗവനക്കാരെ പോലെ നമ്മുടെ ഉത്തരവാദിത്വം ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ദൈവസന്നിധിയിലേക്ക് അവർ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ദൈവസന്നിധിയിൽ, കർത്താവേ, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങളെ ഭരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് റിക്വസ്റ്റ് പറഞ്ഞവർക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. അത് പറയാൻ നമുക്ക് തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം, ആ ചിന്തകളെ കുറിച്ച് പഠിച്ചപ്പോഴാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വാക്യോടെ വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം. നമുക്കവിടെ വേറൊരു ഭക്തിയെക്കുറിച്ച് കാണാം. ഒരു സ്ത്രീയെ 18 വർഷമായി, ലൂക്കോസ് 13:11. ആമേൻ, സ്തോത്രം. നമുക്ക് താഴെ നിങ്ങൾക്കൊക്കെ അതിൻ്റെ പശ്ചാത്തലം അറിയാം. നമുക്ക് അവിടെ വേറെ ദൈവത്തിൻ്റെ വിടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. 18 വർഷം, 1-2 അല്ല. സ്തോത്രം. ഇതെന്നെ പരിശുദ്ധാത്മാവ് ഇതിലോട്ട് കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ, പലപ്പോഴും നമ്മൾ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴൊക്കെ നമ്മൾ മടുത്തു പോയിക്കൊണ്ടിരിക്കുമ്പോൾ 18 വർഷം, ഹല്ലേലൂയ, ഒന്നും നിവരുവാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട്. എന്നാൽ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ദേവാലയത്തിൽ ദൈവവചനം കേൾക്കുവാൻ വന്നു. ഹല്ലേലൂയ. നമുക്കൊരു പ്രാർത്ഥനാ വിഷയം മറുപടി വന്നില്ലെങ്കിൽ നമ്മൾ മടി പിടിച്ചും പിറുപിറുത്തിരിക്കുമ്പോൾ നമുക്കൊരു ദൃഷ്ടാന്തമാണ്. 18 വർഷം ഒരു കണക്കല്ല. ഹല്ലേലൂയ, ആ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കുറച്ച് ആഴമായിട്ട് ഏൽപ്പിച്ചൊരു കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, എന്നെ ജീവിപ്പിക്കുമെന്ന് ആ സ്ത്രീക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനം, ഹല്ലേലൂയ, ആ സ്ത്രീക്ക് വ്യക്തമായി അറിയാമായിരുന്നു. കാരണം ദർശനത്തിനൊരു അവധിയുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ രോഗാത്മാവ് അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, നിനക്ക് ഈ രോഗത്തിന് വിടുതൽ സംഭവിക്കും, നീ പ്രാർത്ഥനയോടിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ദിവസവും ആലയത്തിൽ പോകുന്നവർ ന്യായപ്രമാണത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ്, ഹല്ലേലൂയ, ഇതൊന്നും വെറുതെ അല്ല. അതുകൊണ്ടാണ്, ഹല്ലേലൂയ, താൻ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു, ദൈവവചനം കേൾക്കണം, തിരിച്ചു പോകണം. ഹല്ലേലൂയ. കുറച്ച് ആഴമായി പറഞ്ഞാൽ 12 വർഷം രക്തസ്രാവമായ സ്ത്രീക്ക് വിടുതൽ സംഭവിച്ചപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ആ കൂനിയായ സ്ത്രീയും അവിടെ അടുത്തൊക്കെ വന്ന് ദൈവവചനം കേട്ടിട്ടുണ്ടായിരിക്കാം. 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചിന്തിക്കുന്നു, എന്തുകൊണ്ട് ദൈവം അവിടെ ഒരു വിടുതൽ കൊടുത്തില്ല? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം ചില ദർശനത്തിന്, ചിലരുടെ ദൈവിക വാഗ്ദത്തത്തിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമയം ആ ദേവാലയത്തിൽ വെച്ചായിരുന്നു. ഹല്ലേലൂയ. എന്ന് ചോദിച്ചാൽ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പരീശന്മാർ ഒരു ഉത്തരം പറയുന്നുണ്ട്, ദൈവത്തോടല്ല പറയുന്നത്. അതിന് താഴെയുള്ള വാക്യങ്ങൾ വായിക്കാമോ? 14-ാമത്തെ വാക്യം. യേശു ശബത്തിൽ ആമേൻ. ചില കീഴ്വഴക്കങ്ങളെ ദൈവം അവിടെ ബ്രേക്ക് ചെയ്യാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആരാ പറഞ്ഞ? പള്ളിപ്രമാണിയാണ്.
ഹല്ലേലൂയ. ആലയത്തിൽ ദൈവത്തിൻ്റെ പ്രകാരങ്ങളിൽ ദൈവവേല ചെയ്യുന്ന പള്ളിപ്രമാണി ദൈവത്തോടല്ല പറഞ്ഞേ, ജനത്തോട്. ഹല്ലേലൂയ. ചില ദൈവിക വിടുതൽ വരുമ്പോൾ ഹല്ലേലൂയ മറ്റുള്ളവരോട് പറഞ്ഞ് നീരസപ്പെട്ടപ്പോൾ ദൈവം അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ ദൈവമക്കളെ, നമുക്ക് ചില നന്മകൾ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ചില സിസ്റ്റം ബ്രേക്ക് ചെയ്തേ ദൈവം നമുക്ക് നന്മകൾ നൽകത്തുള്ളൂ. ലോകക്കാർക്ക് ലഭിക്കുന്ന പോലെ നന്മ നമ്മൾ പ്രാപിക്കരുത്. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ചില സിസ്റ്റം ബ്രേക്ക് ചെയ്തിട്ടേ ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തുള്ളൂ. ഒരൊറ്റ ഉദാഹരണം നിങ്ങൾക്ക് കുറച്ച് അറിവിലേക്ക് പറയാം. ഹല്ലേലൂയ സ്തോത്രം. ഈ നമ്മുടെ ഷേർലി മാമയില്ലേ, ഷേർലി മാമയുടെ കൂട്ട് തന്നെ ഞങ്ങളുടെ സഭയിൽ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പലപ്പോഴും ഷേർലി മാമയെ കാണുന്നത് നമ്മുടെ അവിടുത്തെ ഒരു അമ്മാമ്മയെ പോലെയാണ്. ഹല്ലേലൂയ. കാരണം അമ്മാമ്മ വളരെ കഷ്ടപ്പെട്ടു. അമ്മാമ്മ സെയിം ആണ്, ലൈഫ് ഹിസ്റ്ററി കറക്റ്റാണ്. അമ്മാമ്മയുടെ കൂട്ട് കഷ്ടപ്പെട്ട് തന്നെ തലമുറകളെ വളർത്തി വലുതാക്കി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവർ വിദേശരാജ്യത്ത് പോയി. അപ്പം ഞാൻ ഈ പഠനം കഴിഞ്ഞ് എൻ്റെ കൂട്ടു ദേവദാസൻ്റെ കൂടെ ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യാത്രയപ്പാ അമ്മാമ്മ പോവാ, വിദേശരാജ്യത്ത് പോവാ. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു, ദൈവം ഇങ്ങനെ വഴി ഒരുക്കി, എല്ലാം ദൈവത്തിന് അത്ഭുത പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമുണ്ട്. സ്തോത്രം. അപ്പോൾ എൻ്റെ സീനിയർ ദേവദാസൻ പറഞ്ഞു, സ്തോത്രം, അമ്മാമ്മേ, ഞങ്ങളൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ ആരൊക്കെയും സ്പോൺസർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോകും. അപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച ദേവദാസൻ ഈ ഒരു വന്നവർക്കറിയാം, സ്തോത്രം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ ശക്തി പ്രാപിക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്നൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ എന്നെ ഇന്നലെ രാത്രി ഞാൻ ഇത് തന്നെ എനിക്ക് കോട്ട് ചെയ്യാനിടയായി തീർന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞൊരു സാക്ഷ്യമാണ്. അത് ഞങ്ങളെല്ലാം ചലഞ്ച് ചെയ്തു. കാരണം ഈ അമ്മമ്മ പോകുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, അനേകരുടെ 3ാം തലമുറകളും 2ാം തലമുറകളും ഉണ്ട്. എങ്ങനെ അവിടെ എത്തിപ്പറ്റി, എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർ ജനിച്ചപ്പോൾ എല്ലാ നന്മകളുണ്ട്, BMW കാറ്, എല്ലാ സുഖ സൗകര്യത്തോടെ ചെല്ലുകയാണ്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ഒരു സാധാരണ ഒരു അമ്മാമ്മയും അച്ചായനോടെ പോകണം. കാരണം അവർ കാണണം, സ്തോത്രം, ദൈവവചനത്തിലും ദൈവത്തിനു വേണ്ടി നിന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഉയർത്തുമെന്ന് ഒരു സാക്ഷ്യമായി. പലപ്പോഴും നമ്മൾ പറയും, ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകുമെന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ഇതല്ലേ നമ്മളെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെ സിസ്റ്റം ബ്രേക്ക് ചെയ്തിട്ടേ ദൈവ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ വരത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും നമ്മൾ പറയും, നമ്മൾ ഈ ലോകത്തെ ചില ദാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊതിക്കും. കഴിഞ്ഞ ദിവസം ഈ അപകടത്തിൽ മരിച്ചുപോയ 54 പേര് സ്തോത്രം UK സിറ്റിസൺ ആണ്. അവരുള്ള ദൈവിക വാഗ്ദത്തം എന്തുവാ? പാലും തേനും ഒരുങ്ങുന്ന ദേശമാണോ? കനേഡിയൻ സിറ്റിസണുള്ള വാഗ്ദത്തം അതാണ്. അതൊക്കെ നമ്മുടെ ദാനം മാത്രമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ദാനത്തെ നമ്മൾ വാഗ്ദത്തമായി നമ്മൾ കോട്ട് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വാഗ്ദത്തം കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുക മാത്രമാണ്. ബാക്കിയെല്ലാം ദൈവം ആ സമയത്ത്, കാരണം നമ്മളുള്ള എത്രയോ പേരുടെ വാഗ്ദത്തങ്ങളിൽ പകുതിക്ക് വെച്ച് ഈ ലോകത്ത് മാറ്റപ്പെട്ടു. പലരും നമ്മൾ ചോദിച്ചു, കർത്താവേ, അവരുള്ള വാഗ്ദത്തം ഞങ്ങൾ ചെവിയാൽ കേട്ടിട്ടുള്ളതാണല്ലോ, എന്തുകൊണ്ട് അവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി, എന്തുകൊണ്ട് സംഭവിച്ചില്ല ചോദിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ്, വാഗ്ദത്തം ഒന്നേ ഉള്ളൂ, മറ്റെല്ലാം ദാനങ്ങളാണ്. തരണോ വേണ്ടയോ എന്നുള്ള ദൈവത്തിൻ്റെ ഹിതമാണ്. അത് ദൈവം തന്നാലും ഇല്ലെങ്കിലും നമുക്കുള്ള ഒറ്റ പ്രതീക്ഷയുള്ളൂ, ആ മണവാളൻ്റെ വരവിൽ എടുക്കപ്പെടുവാണ്. ഹല്ലേലൂയ. ഈ 18 വർഷം ഹല്ലേലൂയ കൂലി നടന്ന് ലോകത്തിൽ കാണാതെ, അല്ല ഭൂമി മാത്രം കണ്ട് ഒന്ന് ഉയരത്തിലേക്ക് എനിക്കൊന്ന് കാണണം. 18 വർഷം ഹല്ലേലൂയ ആകാശം കാണാതെ ഭൂമി മാത്രം നടന്ന് ശീലിച്ചേ അപ്പോൾ മനസ്സിലാവും ആ ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതുപോലെ പുറത്തുനിന്ന് സന്തോഷിക്കുവാൻ കഴിയാതെ ഹല്ലേലൂയ വർഷങ്ങളായി ചില പ്രാർത്ഥന വിഷയമില്ലേ, പുറത്തുനിന്ന് പറയുവാൻ, ഒന്ന് ആശ്വസിപ്പിക്കുവാനും ആരുമില്ലാതെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് തൊടുകയാണ്. ഹല്ലേലൂയ. അവിടെ ദേവാലയത്തിൽ അനേകരുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിനറിയാം ആരെ തൊടണമെന്ന്. ഒരു ദൈവാലയത്തെ ആരാധനയിൽ ഹല്ലേലൂയ എല്ലാവരും ദൈവപ്രവൃത്തി ഇറങ്ങത്തില്ല. ആഗ്രഹത്തോടിരിക്കുന്നവന്മേൽ ഹല്ലേലൂയ ഹൃദയവേദനയോടിരിക്കുന്നവന്മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അവിടെ ഏറ്റവും ആഗ്രഹത്തോടിരിക്കുന്നവർ ഹല്ലേലൂയ ഏത് പ്രതിസന്ധിയിലും ഹല്ലേലൂയ ദൈവാലയത്തിലേക്ക് കടന്നു വന്നു.
മടി പിടിച്ചിരിക്കാമായിരുന്നു. എനിക്കിന്ന് വയ്യ, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കാമായിരുന്നു. പെട്ടെന്ന് ദൈവം വന്നു എന്ന് വിചാരിച്ച് വന്നതല്ല, എന്നും ദേവാലയത്തിൽ വന്നതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോഴും ദേവാലയത്തിലേക്ക് വന്നത്. ആമേൻ. അവിടെയാണ് ദൈവപ്രവൃത്തി കണ്ടത്. ദൈവം അവരോട് പറഞ്ഞു, നിന്റെ ബാധ മാറി, നിന്നെ പൂർണ്ണമായി സ്വാതന്ത്ര്യം നൽകിയിട്ട് ആ കരം വെക്കുവാനിടയായി തീർന്നു. ഈ നാളിൽ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ദൈവത്തിൻ്റെ കരം എന്നിൽ മേൽ ഇറങ്ങണം. ഹല്ലേലൂയ. മനുഷ്യൻ്റെ കരം വന്നാൽ അത് നാളെ കണക്ക് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവിനോട് ചോദിക്കുവാൻ കഴിയുമ്പോൾ, കർത്താവേ നിന്റെ കരം എൻ്റെ മേൽ ഇറങ്ങണം. പുറത്ത് നോക്കുവാൻ കഴിയാതണം ആത്മീയമായി പക്ഷപാതക്കാരനെ പോലെ ആത്മീയമായി കിടക്കുന്നവരാണോ, ആത്മീയമായി കുനിഞ്ഞു നടക്കുന്നവരാണോ? ഉയരണം എന്നുള്ള ഒത്തിരി വാഗ്ദത്തമുണ്ട്. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമെന്നുള്ള ഒത്തിരി വാഗ്ദത്തം കേട്ടവരാണോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിക്കുവാൻ കഴിയുമോ, കർത്താവേ എൻ്റെ മേലൊന്ന് തൊഴണമേ, എൻ്റെ തലമുറ മേലൊന്ന് തൊഴണമേ. ഇന്ന് ദൈവദാസൻ പറഞ്ഞ പോലെ നമ്മുടെ തലമുറകൾ ആത്മാവിൽ നൃത്തം ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ഒന്ന് തൊഴണമേ, എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ ഒന്ന് തൊഴണമേ, എൻ്റെ കുഞ്ഞിൻ്റെ ആത്മീയ വിഷയത്തിൽ ഒന്ന് തൊഴണമേ എന്ന് ചോദിക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ കരമിറങ്ങും. നമ്മുടെ ചിന്തകൾ മേൽ പ്രവർത്തിക്കുന്ന കർത്താവ്. നീ നല്ല ഉദ്ദേശത്തോടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, അത്ഭുതം കർത്താവ് നൽകും. അതുകൊണ്ടാണ് പല അത്ഭുതങ്ങൾ വന്നപ്പോഴും ഇത് ചരിത്രമായി നമ്മുടെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ ഇതുപോലെ നമ്മളെ കുറിച്ച് വരും നാളുകളിൽ ഹല്ലേലൂയ തലമുറകൾ രാജ്യങ്ങളും പറയണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ആ യൗവനക്കാരെ പോലെ വേറെ ഒന്നുമില്ല. എൻ്റെ പ്രയത്നം കർത്താവിന്, എൻ്റെ ആരാധന കർത്താവിനെന്നുള്ള ആ മനോഭാവത്തോടെ നമ്മൾ ഇരിക്കുന്നുവെങ്കിൽ ചരിത്രങ്ങളെ തിരുത്തി മാറ്റുന്ന സിസ്റ്റങ്ങളെ, കീഴ്വഴക്കങ്ങളെ, ഇങ്ങനെ പോയെങ്കിലേ ദൈവിക പ്രവൃത്തി നടക്കുന്നു, ഇങ്ങനെ പോയെങ്കിലേ ദൈവിക സാന്നിധ്യം നടക്കത്തുള്ളൂ. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ എവിടെ ഇരിക്കുന്നു അവിടെ ദൈവം ഇറങ്ങി വരും. നിങ്ങൾ എന്ത് ദൈവത്തോട് ചോദിക്കുന്നു ദൈവം അവിടെ പ്രവർത്തിക്കും. ആ കീഴ്വഴക്കങ്ങളെ ദൈവം നമുക്ക് വേണ്ടി പൊളിച്ചെഴുതും. അതിനായിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. അതിന് പ്രത്യേക തിയോളജിയോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ്, നിങ്ങളൊന്ന് പ്രയത്നിക്കുവാൻ, ഒന്ന് കാഴ്ചവെടുത്ത് വയ്ക്കുവാൻ തയ്യാറായാൽ കൈവസം പറഞ്ഞേ നമുക്ക് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ ദൈവം അപ്പുറത്തേക്ക് സൂക്ഷിക്കും. ഹല്ലേലൂയ. ഒന്ന് കാലെടുത്ത് വെക്കേ, മോറിയാമല വലുതാ, പ്രയാസമാ എന്ന് അബ്രാമിനും അറിയാം. എന്നാൽ വാഗ്ദത്തം ചെയ്തൊരു കർത്താവുണ്ട്, അരുളി ചെയ്തൊരു കർത്താവുണ്ട്. അവന് വേണ്ടി ഞാൻ പോകും. ഈ തലമുറയ്ക്ക് അപ്പുറമായി നക്ഷത്രങ്ങളെ നോക്കുവാൻ വേറെ ആരുമല്ല, സാറയല്ല പറഞ്ഞത്, വേറെ ആരുമല്ല പറഞ്ഞത്, ആ ദൈവമാണ് പറഞ്ഞെങ്കിൽ ദൈവം വിശ്വസ്തനാണ്. മോശയോട് പറഞ്ഞത് നിന്റെ കൂടെ ഞാനുണ്ട്, പിറുപിറുത്തോട്ടെ. ആ ലക്ഷ്യങ്ങളൊന്നും ദൈവത്തെ കണ്ടില്ല. ഹല്ലേലൂയ. അവരൊന്നും മുൾപ്പടർപ്പ് കണ്ടവരല്ല, മുൾപ്പടർപ്പ് കണ്ട ദൈവമക്കളാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. നമുക്ക് കേൾക്കുകയും കേൾക്കാതെയും നമുക്ക് വിരോധമായി ചിന്തിക്കുന്നവനെ വായടയ്ക്കുവാനല്ല, നമ്മളെ വെളിച്ച് വേർതിരിച്ച മുൾപ്പടർപ്പ് കണ്ട ഒരു മോശയുടെ ശുശ്രൂഷയാണ് നമുക്ക് നൽകിയെങ്കിൽ പിറകോട്ട് പോകുവാനല്ല. ദൈവത്തിന് വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ പ്രയത്നിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ അത്ഭുതം ദൈവം ഒരുക്കും. പ്രയത്നിക്കുന്നവരിൽ മാത്രമേ ദൈവത്തിന് അത്ഭുതം കാണത്തുള്ളൂ. നമ്മൾ നോക്കിയേ, ഒരു കപ്പലിൽ ഒരു കുറിയ മനുഷ്യൻ പോയി തൻ്റെ പശ്ചാത്തലം നോക്കിക്കേ. ഹല്ലേലൂയ. ഒരു കാലത്ത് ക്രിസ്തു സഭയെ പീഡിപ്പിച്ച മനുഷ്യൻ, ഹല്ലേലൂയ, കാഴ്ചയിൽ വലിയ ബലവാനൊന്നുമല്ല, കുറിയ മനുഷ്യനാ, തൻ്റെ അധികാരം കൊണ്ട് പീഡിപ്പിച്ച മനുഷ്യൻ. എന്നാൽ ഒരു കപ്പൽ യാത്രയിൽ നാട് കടത്തപ്പെട്ടപ്പോൾ കൂടെയുള്ളവരെല്ലാം പരിഹസിച്ചപ്പോൾ ഹല്ലേലൂയ മാറിയെന്ന് അവരെ ചീത്ത പറയുവാനല്ല, അവർ മാറിയെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൂതനെ ഇറക്കി പറഞ്ഞു, ഈ കപ്പലിനല്ലാതെ ദൈവമക്കളെ നമ്മളെ പരിഹസിക്കുന്നവരെ, നമ്മളെ തുറിച്ചു നോക്കുന്നവരെ വർഷങ്ങളായില്ലേ ആത്മീയമായി നിൽക്കുന്നു, എന്തുണ്ട് ഫലമെന്ന് ചോദിക്കുന്നവരുടെ മധ്യേ അവർക്ക് പ്രതിവാദം
പറയുവാനല്ല, പൗലോസിനെ പോലെ മാറി നിന്നാൽ ചില വെളിപ്പാടുകൾ, ദൈവദാസൻ പറഞ്ഞ പോലെ മങ്ങിപ്പോയ ചില ദർശനങ്ങൾ അത് പലകയിൽ എഴുതി വെക്കുവല്ല, ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതി വെച്ചുകൊണ്ട് അവരോട് പറയുവാൻ ഈ നാൾ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. അവിടെ അവർക്ക് മനസ്സിലായി, അവർ വേറെ ദേശത്ത് മെലീത്ത എത്തിയപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. ഈ നാളിൽ നമ്മൾ പറഞ്ഞ ചില വാഗ്ദത്തങ്ങളില്ലേ, ജാതികളായിട്ടുള്ളവർ നമ്മൾ പറഞ്ഞ ചില വാഗ്ദത്തങ്ങളില്ലേ, അവർ ഇതുപോലെ മെലീത്ത, ഇതുപോലെ ചില ദേശങ്ങളിൽ ചില അവസ്ഥകളിൽ എത്തുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, അന്ന് പറഞ്ഞത് ശരിയായിരുന്നു, അന്ന് പറഞ്ഞത് ശരിയായിരുന്നു. ഹല്ലേലൂയ. അത് കേട്ട് നമ്മൾ നല്ലതായിരുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം നമ്മൾ വീണ്ടും നിൽക്കണം. കാരണം ആ മെലീത്തയിൽ നമുക്ക് വേണ്ടി ഒരു അണലി ഒലിച്ചിരിപ്പുണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകല്ല. കാരണം ആ അണലി ഹല്ലേലൂയ നമ്മുടെ അടുത്ത ശുശ്രൂഷയ്ക്ക് തടസ്സമാണെന്നുള്ളത് മറന്നു പോകാതെ വണ്ണം ആത്മീയമായി നമ്മൾ മുന്നേറിയാൽ ഒന്ന് കൊടയണമെങ്കിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം, നമ്മൾ താണിരിക്കണം. ഹല്ലേലൂയ. കൊടയാനുള്ള ശക്തിയെ ദൈവം നൽകും. അതുകൊണ്ട് ഹല്ലേലൂയ, ഒരു നിമിഷം നമുക്ക് കണ്ണടച്ചുകൊണ്ട് നമുക്കൊന്ന് സമർപ്പിക്കുവാൻ കഴിയുമ്പോൾ, കർത്താവേ ഹല്ലേലൂയ, എൻ്റെ ചിന്തകളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങണമേ, കർത്താവേ ദൈവ സാന്നിധ്യം ഇറങ്ങണമേ അപ്പാ. ഹല്ലേലൂയ. പരീക്ഷ ഭക്തി ഞങ്ങൾക്ക് വേണ്ടപ്പാ, അതൊക്കെ ഈ ലോകത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണല്ലോ അപ്പാ. ഹല്ലേലൂയ. ഒന്ന് സഹായിക്കും